എനിക്ക് അങ്ങനെ ഒരു 15 വർഷമെങ്കിലും ആയി കാണും. അന്ന് ഈ വെള്ളവസ്ത്രമൊന്നുമല്ല, ജീൻസും അങ്ങനത്തെയൊക്കെയാണ്. ബാംഗ്ലൂരിൽ നിന്ന് വരിക കോഴിക്കോട്, ഗുണ്ടൽപേട്ട് കാട് വഴി. അപ്പോൾ കാട്ടിൽ വെച്ചിട്ട് ഒരു ജീപ്പ് 100-200 അടി അകലെ നിർത്തി. അപ്പോൾ ഈ ജീപ്പ് അവിടെ നിർത്തിയപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ ഒരു 10-15 അടി അകലെ വന്നിട്ട്. അപ്പോൾ ആള് ചോദിച്ചു, ഈ കേരള ജാനേക്കാ രാസ്താക്കിയ അവിടെ കേരള ജാനക്ക് एक ही रास्ते रास्ता है क्या इधर कोई जंक्शन नहीं है. അപ്പൊ ആള് പറഞ്ഞു, क्या भाई साहब कैसी बात कर रहे हैं. ആ കാട്ടിൽ വെച്ചിട്ട് അതിന് 2 മാസം മുമ്പ് എൻ്റെ ഫ്രണ്ട്സ്, കാടല്ലേ, എല്ലാവരും ഒന്ന് നിർത്തി റിലാക്സ് ചെയ്ത് മൂത്രമൊക്കെ ഒഴിക്കാൻ നിന്നപ്പോൾ ഈ ജീപ്പ് വന്നിട്ട് ഇവരുടെ അടുത്ത് വരികയും ഇവരെ ഇടിക്കുകയും ഇവരെ വണ്ടിയിലിട്ട് പൂട്ടുകയും ഡിക്കിന്ന് 4 ലക്ഷം എടുത്ത് പോവുകയും ചെയ്തു. അപ്പൊ ഈ ആൾ അടുത്തെത്തിയ വഴിക്ക് ജീപ്പ്, ഈ വ്യക്തി ഈ വഴി ചോദിച്ച വഴിക്ക് എനിക്ക് ഓർമ്മ വന്നു, ഇത് ആ ടീമായിരുന്നു. അവിടെ ജീപ്പില് ഒരു 10-12 പേരുണ്ട്. ഒരു വാളും കത്തിയൊക്കെയായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുക. അന്ന് എൻ്റെ അരയിൽ എപ്പോഴും ഒരു പിസ്റ്റള്, തോക്കുണ്ടാവും. അപ്പൊ ചാടി ഞാൻ തോക്ക്. ഇവൻ തോക്ക് പിടിച്ചിട്ടൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയുമ്പോ കാട് കുലുങ്ങാണ്, എക്കോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മുകളിലേക്ക് ഒരു വെടിവെച്ച് ഓടിപ്പോയി. അങ്ങനെ അവര് ഓടി രക്ഷപ്പെട്ടു. ഞാൻ തിരിച്ചു പോകും.